കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഷവർമ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു സീക്രട്ടുണ്ട്. ആ സീക്രട്ടാണ് ഇതിലൊഴിക്കുന്ന ഹമൂസ്. ഇങ്ങനെ ഒരു ചിക്കൻ ഷവർമ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇതിനാകെ നമുക്ക് 4 സ്റ്റെപ്സാണുള്ളത്. അറബിക് ബ്രെഡ് അല്ലെങ്കിൽ കുബൂസ് ഉണ്ടാക്കിയെടുക്കുക, ചിക്കൻ കുക്ക് ചെയ്തെടുക്കുക, ഹമൂസ് ഉണ്ടാക്കുക, നമ്മുടെ ഷവർമ പ്ലേറ്റ് ചെയ്തെടുക്കുക. ആദ്യം നമുക്ക് കുബൂസ് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കൂടെ ചേർക്കാം. 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് ഈസ്റ്റ് നമുക്ക് കുറച്ച് പൊങ്ങി വരാനായിട്ട് നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി കുബൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 1 കപ്പ് ആട്ടയും 1 കപ്പ് മൈദയും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ മുമ്പ് വെച്ചിരുന്ന ഈസ്റ്റ് ഇപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഈസ്റ്റും കൂടെ നമുക്ക് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് വെക്കണം. നമ്മളിത് കുഴയ്ക്കുന്ന സമയത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം ഇത് കുഴച്ച് വെക്കാനായിട്ട്. ഇനി നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അതിന് മുമ്പായിട്ട് ഇത് എയർ ടൈറ്റായിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. രണ്ട് മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ നമ്മൾ വെച്ചിരുന്നത് നന്നായിട്ട് പൊങ്ങി ഇരട്ടി വലുപ്പത്തിലത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് ഒന്നുകൂടെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിൽ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്നത് പോലെ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ എല്ലാ ബോളും നമ്മൾ ഉരുട്ടി വെച്ചതിന് ശേഷം നമുക്കിത് ചപ്പാത്തി പരത്തുന്നത് പോലെ ഇത് പരത്തിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ചപ്പാത്തി പലകയിലേക്ക് നമുക്ക് നല്ലപോലെ പൊടി തൂവി കൊടുത്തിട്ട് നമ്മൾ ഓരോ ഉരുളകളായിട്ട് എടുത്ത് ഇതിനകത്തുനിന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇത് പരത്തുമ്പോൾ നമ്മൾ ചപ്പാത്തി പരത്തുന്നതിൽ ഒത്തിരി നൈസായിട്ട് ഇത് പരത്താൻ പാടില്ല. ഇതിനൊരു കുറച്ച് തിക്നെസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുബൂസ് നന്നായിട്ട് പൊങ്ങി വരികയുള്ളൂ. ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ പരത്തിയെടുക്കാം. ഇങ്ങനെ നമ്മുടെ ഉരുളകളെല്ലാം നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ പരത്തിയെടുത്തിരിക്കുന്ന കുബൂസ് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇതാ നമ്മുടെ കുബൂസിൻ്റെ മുകളിൽ ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ ഈ സൈഡിലും ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഡയറക്റ്റ് ഫ്ലെയിമിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് മാറ്റി സൈഡിലേക്ക് വെക്കാം. ഇങ്ങനെ നമ്മൾ പരത്തിയെടുത്തിരുന്ന എല്ലാ കുബൂസും ഇതുപോലെ നമ്മൾ ചുട്ട് റെഡിയാക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് ഷവർമയ്ക്ക് ആവശ്യമുള്ള ചിക്കൻ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. അതിനകത്ത് ചിക്കനിലേക്ക് നമ്മൾ 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളച്ച് വരുന്നിടം വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹമൂസാണ്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളുത്ത എള്ളാണ്. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് എള്ള് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതൊരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഗോൾഡൻ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു പ്ലേറ്റിലേക്ക് അതൊന്ന് നിരത്തി വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ടാണ് ഇങ്ങനെ വയ്ക്കാം. ഇതായിപ്പോൾ ഈ തണുത്തിരിക്കുന്ന എള്ള് നമുക്ക് ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 വെളുത്തുള്ളിയോടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നല്ല കട്ടി തൈരാണ്. 1 ബൗൾ നിറയെ തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്.
ഇത് നമ്മൾ തൈര് ചേർത്താണ് ഇത് അരയ്ക്കുന്നത്. ഇതിനകത്ത് വെള്ളം ചേർക്കാൻ പാടില്ല. ഇത് മിക്സിയിൽ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസി, അതായത് നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി നമ്മളിത് അരച്ചെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം വറ്റിച്ച് വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇനി ചിക്കൻ ഒന്ന് നമുക്ക് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ചിക്കൻ തണുത്ത് കഴിയുമ്പോൾ ഇത് നമ്മളിങ്ങനെ ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മളൊന്നുകൂടി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെജിറ്റബിൾസാണ്. ഞാൻ ആദ്യം ക്യാബേജ് എടുത്ത് അത് ചെറിയ സ്ലൈസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് വേണം. അത് നമുക്കിതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാനിതിങ്ങനെ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇനി കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാനും കുഴപ്പമില്ല. ഇതുകൂടെ നമ്മളിതിലേക്ക് ക്യാരറ്റും ക്യാബേജും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് തക്കാളിയാണ്. തക്കാളി ഇതുപോലെ നടുവേ ഒന്ന് മുറിച്ചിട്ട് നമ്മളതും സ്ലൈസസ് ആക്കി എടുക്കാം. തക്കാളി നമ്മളിങ്ങനെ സ്ലൈസസ് ആക്കി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ലെറ്റ്യൂസാണ്. ലെറ്റ്യൂസ് നമുക്ക് കൈവശം ഉണ്ടെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി. ഇങ്ങനെ നമ്മൾ ഷവർമ്മയ്ക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് അഡീഷണലായിട്ട് ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസാണ്. അത് ഓപ്ഷണലാണ്, നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമ്മളൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഒരു കുബൂസ് എടുത്ത് വെച്ച് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഹമ്മൂസ് എടുത്തതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 സ്പൂൺ ഹമ്മൂസ് നമ്മളിതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുബൂസിൻ്റെ എല്ലാ ഭാഗത്തും ഹമ്മൂസ് ചെല്ലത്തക്ക പോലെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്യണം. ഈ ഹമ്മൂസ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയാണ്. കാരണം ഇതിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ് നമുക്കിതിന് കിട്ടുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്യാരറ്റ് ക്യാബേജ് മിക്സ് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ തക്കാളി സ്ലൈസ് ചെയ്തതും കൂടെ നമുക്ക് 3-4 എണ്ണം വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചിക്കനാണ് വെക്കുന്നത്. ചിക്കൻ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് വെക്കാവുന്നതാണ്. കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ വെക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഹമ്മൂസ് ഒഴിച്ചു കൊടുക്കാം. ഹമ്മൂസിൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് ഈ വെജിറ്റബിളിലും ചിക്കനിലും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ലെറ്റ്യൂസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വെക്കാനുള്ളത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസാണ്. അതും കൂടെ നമുക്ക് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതാ നമ്മുടെ ഫില്ലിംഗ് എല്ലാം നമ്മളിപ്പോൾ കുബൂസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ റോൾ ചെയ്തെടുത്ത ഷവർമ്മ നമുക്ക് ഒരു ബട്ടർ പേപ്പറിൽ നിന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ ഒതൻറ്റിക് ചിക്കൻ ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷവർമ്മയാണ്. ഇതിനകത്ത് നമ്മൾ വെജിറ്റബിളും ചിക്കനും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക.